പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സർക്കാരിന് പ്രതിദിനം നഷ്ടം 2,75,00,000 രൂപയിലെത്തി. വരുമാന നഷ്ടം നികത്താൻ സർക്കാർ KSRTCക്ക് പ്രതിമാസം നൽകേണ്ടത് 60 കോടി രൂപയാണ്. ആദ്യ ദിനം സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത് 13 ലക്ഷത്തിലധികം പേരാണ്. ഒരു ദിവസം കൊണ്ട് 2.5 കോടിയുടെ നഷ്ടമാണ് നമ്മുടെ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്, അല്ലെ? സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഈ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുന്നത് ശരിയായ രീതിയാണ്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും സർക്കാർ ജീവനക്കാർക്കും അതേപോലെ അധ്യാപകര്, സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർക്കും ഇതേ ആനുകൂല്യം നൽകുന്നത് ശരിയാണോ? അതേസമയം ദിവസവേതന ശമ്പളക്കാർക്കും അതേപോലെ തന്നെ ഭിന്നശേഷിയുള്ളവർക്കും വിധവകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കുട്ടികൾക്കും ഈ ഒരു പദ്ധതി വലിയൊരു ആശ്വാസം തന്നെയാണ്. അതിനാൽ അർഹതപ്പെട്ടവർക്ക് കൂടുതൽ അനുയോജ്യമായ രീതിയിൽ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തിയാൽ അത് സർക്കാരിന് ഇത്രയും നഷ്ടം ഉണ്ടാക്കില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും കുറയും. അതേപോലെ തന്നെ ഇത് കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട്. അതും നമ്മൾ കണക്കിലാക്കേണ്ടത് തന്നെയാണ്. അവരുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ കടം നമ്മൾ തീർക്കേണ്ടത്. ഈ പദ്ധതി നല്ല രീതിയിൽ ഉപകാരപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം.